തിരുവനന്തപുരം മണ്ണന്തല കഴിഞ്ഞ് മരുതൂർ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട്, അതായത് നമ്മുടെ MC റോഡിൽ നിന്ന് കഷ്ടിച്ച് 150 മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന ഒരു വില്ല പ്രോജക്റ്റ് ഉള്ളത്. വില്ല പ്രോജക്റ്റ് എന്ന് പറയാൻ കാരണം ടോട്ടലായിട്ട് 8 വില്ലാസാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ 6 പണി പൂർത്തിയായി, 2 ഓൾറെഡി സെയിലായി. നമുക്ക് പണി പൂർത്തിയായ 4 വീടുകളുണ്ട്. ഇനി അല്ലാണ്ട് ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഇതിനകത്ത് അവൈലബിൾ ആണ്. ആ പ്ലോട്ട് വന്നിട്ട് 4.6 സെൻറ്റാണ്. അതിൻ്റെ വില ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ പ്രോപ്പർട്ടി വന്നിട്ട് 3.1 സെൻറ്റിൽ 1150 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം വീടാണ്. ഉദ്ദേശിക്കുന്ന വില 57 ലക്ഷം രൂപയാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ മരുതൂർ ജംഗ്ഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വരുമ്പം തന്നെ ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞ ഉടനെ ഇടത്തോട്ട് ആയിരവല്ലി തമ്പുരാങ്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച കാണാം. അതിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇടത്തോട്ട് പാലം ക്രോസ് ചെയ്യുക. ജസ്റ്റ് വീണ്ടും കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വലിയൊരു പാലം തന്നെ കാണാൻ സാധിക്കും. അതിങ്ങനെ കയറി വരുമ്പോൾ ഇതുപോലെ ഇൻ്റർലോക്കിട്ട വഴി ഫ്രണ്ടേജിൽ നമുക്ക് ഈ വീടുകൾ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഈ സൈഡിലുള്ള വീടുകളെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഈ സ്പേസിംഗ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് സൂര്യൻ എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമുക്ക് 3.1 സെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിനകത്ത് അങ്ങനെ സൗകര്യക്കുറവായിട്ടൊന്നും ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ആ രീതിയിൽ ടൈം നമ്മുടെ ഈ ഒരു സ്പേസ് അവർ കഴിയുന്നത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻവശം തന്നെ നോക്കി നമുക്ക് സുഖമായിട്ട് 2 വണ്ടികൾ നമ്മുടെ മുറ്റത്ത് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. വീടിന് ചുറ്റുവട്ടത്താണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. വീടിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ വാതില്, കട്ടള ഇതെല്ലാം തേക്കുന്നടിയാണ്. അതുപോലെ വീടിനുള്ളിലേക്കുള്ള ബാക്കി എല്ലാ വാതിലും ജനലിൻ്റെ പാളികളും ചെയ്തിട്ടുള്ള തേക്കിലാണ് കേട്ടോ. തടി വന്നിട്ട് അതിൻ്റെ കട്ടള വന്നിട്ട് ഇരുളെന്ന് പറഞ്ഞിട്ട് ആ ഒരു തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്താണ് നമ്മുടെ ലിവിങ് കം ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ TV യൂണിറ്റ് സജ്ജീകരിക്കാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് കിച്ചൺ ഇങ്ങനെ അതിനോട് ചേർന്ന് തന്നെ ഇഴുകി നിൽക്കുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ വെച്ചാൽ ടോട്ടലായിട്ട് 1150 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അതിനകത്ത് ഒട്ടും സ്പേസ് നഷ്ടപ്പെടാണ്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അകത്തുള്ള ഡോസ് ആയാലും എല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് താഴത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് റൂംസ് എല്ലാം ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിനകത്ത് കമോഡെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ജോൺസന്റെ ഫിറ്റിംഗ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ അധികമായിട്ടുള്ള കോമൺ സ്പേസ് കാണാൻ പറ്റത്തില്ല. 2 ബെഡ്റൂമുകളിലേക്ക് ഇങ്ങനെ കയറി വന്ന എൻട്രൻസ് വരും. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിലൊരു ബെഡ്റൂം വരും. പക്ഷെ ബാത്റൂം വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇവിടെ കോമൺ സ്പേസ് വേറെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ബെഡ്റൂമുകൾക്കെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. മുൻവശത്തേക്ക് നമുക്കൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ഇതിൽ കാണുന്നതിൽ ഈ പ്ലോട്ട് ഓൾറെഡി സെയിലായി. നമുക്കൊരു 4.6 സെൻറ്റ് സ്ഥലമായിട്ട് പ്ലോട്ടായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അതിലെ പ്ലോട്ടായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിനകത്ത് ഡിസൈനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ വീടിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനകത്ത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്ത് പ്രോപ്പർട്ടിയുടെ പ്രൈസ് വരുന്നത് 57 ലക്ഷം രൂപ മുതൽ മേളിലേക്കാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ആ പ്ലോട്ടായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് റേറ്റ് വരുന്നത് 7.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. 4.6 സെൻറ്റ് സ്ഥലമുണ്ട്. പെർസെൻറ്റ് റേറ്റ് വരുന്നത് 7.5 ലക്ഷം രൂപയാണ്. നമുക്കിവിടെ നിന്ന് മാർവേനീസ് കോളേജ്, ബസേലിയസ് കോളേജ്, അല്ലെങ്കിൽ സെൻറ് തോമസ് സ്കൂള്, മാർവേനീസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അവിടെയുള്ള സ്കൂളുകൾ, അതിലേക്കെല്ലാം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. MC റോഡ് തൊട്ടടുത്താണ്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻ, തൊട്ടടുത്തായിട്ട് തന്നെ ബസ് സ്റ്റോപ്പും എല്ലാ സൗകര്യങ്ങളും ഉള്ള ലൊക്കേഷൻ. ഇനി അതല്ല, നിങ്ങൾക്ക് കഴക്കൂട്ട സൈഡ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അകത്തൂടെയുള്ള റോഡ് തന്നെ നേരെ ചെന്ന് നമുക്ക് പൗടിക്കോണം കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ കഴക്കൂട്ടം അല്ലെങ്കിൽ കാര്യവട്ടം സൈഡിലേക്ക് ഈസിലി കയറാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കുക.